നമസ്കാരം. ഈ സാമ്പത്തിക വർഷം കൂടി ഡിജിറ്റൽ ഇടങ്ങളിൽ നിങ്ങൾ സേഫാണ് എന്ന് സങ്കല്പിക്കാം. എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷം തീരുന്ന മാർച്ച് 31 കാര്യങ്ങൾ കീഴ്മേൽ മറിയും. 2026 ഏപ്രിൽ 1 മുതൽ ആദായ നികുതി അധികാരികൾക്ക് ഓരോ വ്യക്തിയുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വ്യക്തിഗത ഇമെയിലുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഓൺലൈൻ നിക്ഷേപ അക്കൗണ്ടുകൾ, ട്രേഡിംഗ് അക്കൗണ്ടുകൾ എന്നിവയും അതിലേറെയും ആക്സസ് ചെയ്യാനും സൂക്ഷ്മമായി പരിശോധിക്കാനും കഴിയും. ഇതിനുള്ള അധികാരം ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന തരത്തിൽ പുതിയ നിയമനിർമ്മാണം നടന്നിരിക്കുകയാണ്. ആദായ നികുതി നിയമം 1961 പ്രകാരം വ്യക്തി ആദായ നികുതി വെട്ടിച്ചതായി സംശയിക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വെളിപ്പെടുത്താത്ത വരുമാനം, പണം, സ്വർണം, ആഭരണങ്ങൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സ്വത്ത് എന്നിവ ഉണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ആക്സസ് കൂടി അസാധുവാക്കാൻ അധികാരികൾക്ക് വഴിയൊരുക്കുന്നതാണ് പുതിയ നിയമം. 1961 മുതൽ നിലവിലുള്ള ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 132 പ്രകാരം നികുതി വെട്ടിപ്പ് നടത്തുന്നതിനായി ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്താത്ത വരുമാനമോ സ്വത്തോ രേഖകളോ ഉണ്ടെന്ന് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ പരിശോധന നടത്താനും സ്വത്തുക്കളും അക്കൗണ്ട് ബുക്കുകളും പിടിച്ചെടുക്കാനും ആദായ നികുതി അധികാരികൾക്ക് അധികാരമുണ്ടായിരുന്നു. വെളിപ്പെടുത്താത്ത ഏതെങ്കിലും ആസ്തികളോ അക്കൗണ്ട് ബുക്കുകളോ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് സംശയം തോന്നിയാൽ ബന്ധപ്പെട്ട കക്ഷിയുടെ വീട്ടുവാതിലിന്റെയോ പെട്ടിയുടെയോ ലോക്കറിന്റെയോ പൂട്ട് തുറക്കാൻ നിയമം അധികാരികളെ അനുവദിച്ചു പോന്നിരുന്നു. എന്നാൽ പുതിയ IT ബില്ല് ഈ അധികാരം ഒരു പൗരന്റെ മൊബൈൽ ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. പുതുതായി കടന്നു കയറുന്ന ഇടത്തെ നിയമം വെർച്വൽ ഡിജിറ്റൽ സ്പേസ് എന്നാണ് വിളിക്കുന്നത്. 2025 ആദായ നികുതി ബില്ലിന്റെ സെക്ഷൻ 247 പ്രകാരം പരാമർശിച്ചിരിക്കുന്ന അധികാരങ്ങൾ ഇപ്രകാരമാണ്. ക്ലോസ് 1 പ്രകാരം നൽകിയിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനായി ഏതെങ്കിലും വാതിൽ, പെട്ടി, ലോക്കർ, സേഫ്, അലമാര അല്ലെങ്കിൽ മറ്റ് സംഭരണികൾ എന്നിവയുടെ പൂട്ട് തകർക്കുക, ഏതെങ്കിലും കെട്ടിടം, സ്ഥലം മുതലായവയിൽ പ്രവേശിച്ച് തിരയുക, അവിടെ അതിന്റെ താക്കോലുകൾ അല്ലെങ്കിൽ അത്തരം കെട്ടിടം, സ്ഥലം മുതലായവയിലേക്കുള്ള പ്രവേശനം നിലവിൽ ലഭ്യമല്ല എങ്കിൽ അവിടേക്ക് കടന്നു കയറാനും ഏതെങ്കിലും കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ വെർച്വൽ ഡിജിറ്റൽ സ്പേസിലേക്കോ കടന്നു കയറാനും നിയമം വഴി സാധിക്കും. പുതിയ ബില്ല് വെർച്വൽ ഡിജിറ്റൽ സ്പേസ് എന്നതിനെ ഇനി പറയുന്ന രീതിയിലാണ് നിർവചിക്കുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ, സൈബർ സ്പേസ്, ഇന്റർനെറ്റ്, ലോകമെമ്പാടുമുള്ള വെബ്, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയെ ഉപയോഗിച്ച് ഉപയോക്താക്കളെ സംവദിക്കാനും ആശയവിനിമയം നടത്താനും പ്രവർത്തനങ്ങൾ നടത്താനും അനുവദിക്കുന്ന ഏതെങ്കിലും ഡിജിറ്റൽ മേഖലയെ ഉൾക്കൊള്ളുന്ന ഭൗതികവും സ്പഷ്ടവുമായ ഇടം എന്നാണ് അർത്ഥമാക്കുന്നത്. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിക്കപ്പെടുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു പരിസ്ഥിതി പ്രദേശം അല്ലെങ്കിൽ മേഖല ഉൽപാദനത്തിനോ സംഭരണത്തിനോ കൈമാറ്റത്തിനോ ഇലക്ട്രോണിക് രൂപത്തിൽ ഡാറ്റയും വിവരങ്ങളും ഉപയോഗിക്കുന്നുവെങ്കിൽ അതും നിയമത്തിന്റെ പരിധിയിൽ വരും. ഇമെയിൽ സെർവറുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഓൺലൈൻ നിക്ഷേപ അക്കൗണ്ടുകൾ, ട്രേഡിംഗ് അക്കൗണ്ടുകൾ, ബാങ്കിംഗ് അക്കൗണ്ടുകൾ മുതലായവ ഏതെങ്കിലും അസറ്റിന്റെ ഉടമസ്ഥാവകാശ വിശദാംശങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഏതൊരു വെബ്സൈറ്റും, റിമോട്ട് സെർവർ അല്ലെങ്കിൽ ക്ലൗഡ് സെർവറുകൾ, ഡിജിറ്റൽ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ, സമാന സ്വഭാവമുള്ള മറ്റേതെങ്കിലും ഇടം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അധികാരികളുടെ വിശ്വസിക്കാനുള്ള കാരണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് നിയമത്തിൽ നിർവചിച്ചിട്ടില്ല. ഇത് പ്രധാന പ്രശ്നമാണ്. നികുതി വെട്ടിപ്പ് നടത്തിയെന്ന സംശയത്തിന്റെ പേരിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് ആരുടെയും കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ വെർച്വൽ സ്പേസിലേക്കോ പ്രവേശനം നേടാൻ കഴിയുമെന്നതാണ് ആശങ്കയുണർത്തുന്ന കാര്യം. ഇത് ഉപയോക്താക്കളുടെ ഡിജിറ്റൽ സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഇത്തരം കേസുകളിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ ഇമെയിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടും ആക്സസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നികുതി വെട്ടിപ്പും വെളിപ്പെടുത്താത്ത ഡിജിറ്റൽ ആസ്തികളും തടയുന്നതിനുള്ള ഒരു നടപടിയായി സർക്കാർ ഇതിനെ ന്യായീകരിച്ചേക്കാം. എന്നാൽ സംശയത്തിന്റെ വിശാലവും അവ്യക്തവുമായ നിർവചനം ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്വകാര്യ ഡിജിറ്റൽ സാന്നിധ്യത്തിൽ അനിയന്ത്രിതമായ നിരീക്ഷണം അനുവദിക്കുന്നു എന്നതാണ് പ്രശ്നം. ജുഡീഷ്യൽ മേൽനോട്ടമോ നിർദ്ദിഷ്ട നടപടിക്രമ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ വ്യവസ്ഥ ഒരു ഘടനാപരമായ നികുതി നിർവഹണ സംവിധാനത്തിനു പകരം
ഏകപക്ഷീയമായ പരിശോധനയ്ക്കുള്ള ഒരു ഉപകരണമായി മാറാൻ സാധ്യതയുണ്ട്. പുതിയ ആദായനികുതി ബില്ലിൽ വ്യക്തമായ നടപടിക്രമ പരിശോധനകൾ ഇല്ല. ഇത് ബിസിനസ്സുകൾ, പ്രൊഫഷണലുകൾ, വ്യക്തികൾ എന്നിവർക്കെതിരെ അനിയന്ത്രിതമായ ഡാറ്റ ശേഖരണത്തിനും ഭീഷണികൾക്കും കാരണമാകും. ഇന്നത്തെ ലോകത്തിന്റെ ഡിജിറ്റൽ പുരോഗതി കണക്കിലെടുക്കുമ്പോൾ ഡിജിറ്റൽ മേഖലയെ നികുതി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് പ്രധാനമാണ്. എങ്കിലും പുതിയ IT ബിൽ അതിന്റെ നിലവിലെ രൂപത്തിൽ നികുതി അധികാരികൾക്ക് അനിയന്ത്രിതമായ പ്രവേശനം നൽകുന്നുവെന്നും ഡാറ്റ സ്വകാര്യതാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വിദഗ്ധർ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത ഇത്തരം വിശാലമായ നിരീക്ഷണ അധികാരങ്ങൾ ഒരു വ്യക്തിയുടെ സ്വകാര്യതാ അവകാശങ്ങളെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. 2017 ജസ്റ്റിസ് KS കുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ വാദം കേൾക്കുമ്പോൾ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഒരു പവിത്രമായ വശം ആണെന്നും സ്റ്റേറ്റിന്റെ ഏതൊരു കടന്നുകയറ്റവും നിയമസാധുതയുടെ പരിശോധനയിൽ വിജയിക്കണമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. കൂടാതെ പുതിയ IT ബില്ലിന് കീഴിലുള്ള അനിയന്ത്രിതമായ നിരീക്ഷണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 വെല്ലുവിളിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ സംസാര സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നിയമപരമായി ദുർബലവും ചോദ്യം ചെയ്യാവുന്നതുമാക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഗൗരവമായ ചർച്ചകൾ ഉയർന്നു വരേണ്ടതുണ്ട്. ചികിത്സയേക്കാൾ മുൻകരുതലാണ് ഭേദം എന്നല്ലേ പ്രമാണം.